തിരുവനന്തപുരത്ത് സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചരണം ഊർജിതമായി. തെക്കൻ കേരളത്തിൽ കൊടും വേനലിലും പ്രചരണ പ്രവർത്തനങ്ങളുമായി സജീവമാണ് സ്ഥാനാർത്ഥികൾ. LDF സ്ഥാനാർത്ഥികൾക്ക് വൻ സ്വീകാര്യത ലഭിക്കുന്നു. വിവരങ്ങളുമായി അനുരാഗ് ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. ഒരിക്കൽ കൂടി നമ്മളോടൊപ്പം അനുരാഗ്, തെക്കൻ കേരളത്തിൽ സജീവ പ്രവർത്തനങ്ങളുമായി സ്ഥാനാർത്ഥികൾ മുന്നോട്ട് പോകുന്നു. വലിയ ആവേശം നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നുണ്ട്. ഒന്ന് വേഗത്തിൽ ഒരു ഓട്ടപ്രദക്ഷിണം നടത്തി വരാം മണ്ഡലങ്ങളിലൂടെ. മനു, ആവേശോജ്വലമായ സ്വീകരണം തന്നെയാണ് LDF സ്ഥാനാർത്ഥികൾക്ക് എല്ലാ മണ്ഡലങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. രണ്ടാം ഘട്ട പ്രചരണം ആരംഭിച്ച പകുതിയായി കഴിഞ്ഞു. എല്ലാം പഞ്ചായത്ത് അടക്കമുള്ള ഇടങ്ങളിൽ മുക്കും മൂലയും കയറി ഇറങ്ങിയുള്ള പ്രചരണം തന്നെയാണ് LDF സ്ഥാനാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഇന്ന് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി വി ജോയ് ചിറയൻകീഴ് ആണ് ഇന്ന് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷം കാട്ടാക്കടയും പിന്നീട് വൈകിട്ട് നെടുമങ്ങാടും ഈ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ നടക്കുകയും ചെയ്യും. നിയോജക മണ്ഡലം കൺവെൻഷനാണ് ഇപ്പോൾ തിരുവനന്തപുരത്തെ രണ്ട് മണ്ഡലത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ നടക്കുന്നത്. രണ്ട് സ്ഥാനാർത്ഥികളുടെയും നിയമസഭാ മണ്ഡലം കൺവെൻഷനാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനൊപ്പം തന്നെ മറ്റ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ അത് എന്തായാലും ശശി തരൂർ കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്തേക്ക് ഡൽഹിയിൽ നിന്ന് എത്തിയത്. അതിനുശേഷം ഉള്ള ഒരു കളം പിടിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് ഇപ്പോഴും നടക്കുന്നത്. അടൂർ പ്രകാശ് ആണെങ്കിൽ നമുക്കറിയാം ജാതി പറഞ്ഞുള്ള വോട്ട് തേടി നടക്കുന്ന ഒരു തിരക്കിലാണ്. ആ തരത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമാണ് അടൂർ പ്രകാശ് ആറ്റിങ്ങലിൽ നടത്തുന്നത്. അതിനൊപ്പം BJP സ്ഥാനാർത്ഥികൾ വി മുരളീധരനെ കുറിച്ച് നമുക്കറിയാം, കേരളത്തിലുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും മുടക്കിക്കൊണ്ടുള്ള ഒരു വ്യക്തിയാണ്. ആ തരത്തിൽ തുരങ്കം വയ്ക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എന്തായാലും ആറ്റിങ്ങൽ ജനങ്ങൾക്ക് വ്യക്തമായി അറിയാമെന്നുള്ളതാണ്. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം നടത്തിയ ചില പദ്ധതികളുടെ പ്രഖ്യാപനം അത് തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. 10 കോളേജുകൾക്ക്, തിരുവനന്തപുരത്തെ മാത്രം 10 കോളേജുകൾക്ക് AI ലാബ് അനുവദിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതിയാണ് പ്രഖ്യാപിച്ചത്. അത് പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയായിട്ടാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചത് എന്ന് പറയുമ്പോൾ പോലും തിരുവനന്തപുരത്തെ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് തിരുവനന്തപുരത്തെ കോളേജുകൾക്ക് മാത്രം ഇത്തരത്തിലുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചതിൽ എന്തായാലും രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. അതോടൊപ്പം തന്നെ ആ ഒരു LED വാളിൽ പ്രദർശിപ്പിച്ചതിൽ പോലും മോദിയുടെ ഗ്യാരണ്ടി എന്നും അതിനൊപ്പം തന്നെ താഴെ വോട്ട് ഫോർ BJP എന്നും രാജീവ് ചന്ദ്രശേഖർ ഫോർ TVM എന്നടക്കമുള്ള ഹാഷ്ടാഗുകൾ പ്രദർശിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പദ്ധതി പ്രഖ്യാപനം നടത്തിയതിനൊപ്പം